കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ FYUGPയുടെ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന പുസ്തകത്തിലെ ചാപ്റ്റർ 1 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിൽ 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ആ 4 ചാപ്റ്റേഴ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സഹിതം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇതേപോലുള്ള സബ്ജക്ട്സ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ 1, സ്റ്റാൻഫോർഡ് കമൻസ്മെന്റ് അഡ്രസ് എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. ഇത് ഒരു പ്രസംഗമാണ്. ഓക്കെ, സ്റ്റീവ് ജോബ്സ് എന്നുള്ള വ്യക്തിയുടെ ഒരു പ്രസംഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വെറും പ്രസംഗമല്ല, ഒരു കമൻസ്മെന്റ് സ്പീച്ച് ആണ്, അല്ലെങ്കിൽ കമൻസ്മെന്റ് അഡ്രസ് ആണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ റൈറ്ററിനെ കുറിച്ച് നോക്കാം. റൈറ്ററിനെ കുറിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ ലെങ്തി ആയിട്ടൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എടുത്തുകൊണ്ട് സമ്മറി നമുക്ക് നോക്കണം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. സോ അബൌട്ട് ദി റൈറ്റർ, സ്റ്റീവൻ പോൾ ജോബ്സ് എന്നുള്ളതാണ് ആളുടെ ഫുൾ നെയിം ആയിട്ട് വരുന്നത്. വാസ് എൻ അമേരിക്കൻ ബിസിനസ് മാൻ, ഇൻവെന്റർ ആൻഡ് ഇൻവെസ്റ്റർ, ബെസ്റ്റ് നോൺ ഫോർ കോ ഫൗണ്ടിങ് ദി ടെക്നോളജി കമ്പനി ആപ്പിൾ. നമ്മുടെ ആപ്പിളിൻ്റെ ഒരു കോ ഫൗണ്ടർ ഒക്കെയാണ്. മറ്റൊരുപാട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയൊക്കെ ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോബ്സ് വാസ് ഓൾസോ ദി ഫൗണ്ടർ ഓഫ് നെക്സ്റ്റ് ആൻഡ് ചെയർമാൻ ആൻഡ് മെജോറിറ്റി ഷെയർ ഹോൾഡർ ഓഫ് പിക്സർ. പിക്സറിൻ്റെ ഒരു ഷെയർ ഹോൾഡർ ആണ്, നെക്സ്റ്റിൻ്റെ ഫൗണ്ടർ ആണ്, ചെയർമാൻ ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ജോബ്സ് എന്നാണ് ആളെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം. ജസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് അതിനുശേഷം സമ്മറിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ എബൌട്ട് ദി ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് എസ്സേക്കൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ എബൌട്ട് ദി ചാപ്റ്റർ, സ്റ്റീവ് ജോബ്സ് ഐക്കോണിക് സ്പീച്ച് വാസ് ഡെലിവേർഡ് അറ്റ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റീസ് കമൻസ്മെന്റ് സെറമണി ഇൻ 2005. അതായത് 2005 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, അത്തരമൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു നമ്മൾ ഗ്രാജുവേഷൻ സെറമണി എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സെറമണി. ആ ഗ്രാജുവേഷൻ സെറമണിയിൽ ജോബ്സ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഗ്രാജുവേഷൻ സെറമണിക്ക് പറയുന്ന പ്രസംഗത്തെയാണ് കമൻസ്മെന്റ് സെറമണി എന്ന് പറയാം. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് കമൻസ്മെന്റ് സെറമണി. അപ്പം ഈ ഒരു കമൻസ്മെന്റ് സെറമണിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ കമൻസ്മെന്റ് സ്പീച്ച് ഈസ് എ ഫോർമൽ സ്പീച്ച് ഗിവൻ അറ്റ് ഗ്രാജുവേഷൻ സെറമണി. അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി കൊടുത്ത ലൈനാണ്. The occasion was the graduation ceremony for the class of 2005 where Jobs as the co-founder and CEO of Apple. ആപ്പിളിന്റെ co-founderഉം CEO ഒക്കെ ആണല്ലോ ജോബ്സ്. അപ്പം അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഗ്രാജുവേറ്റ് ആയി പോകുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടായിരിക്കും. Was invited to share his wisdom and experiences with the graduating students. അപ്പോൾ ആ ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അറിവുകൾ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, then the speech took place on June 12, 2005. June 12, 2005 ഈ സ്പീച്ച് നടക്കുന്നത്. was later uploaded to Stanford's YouTube channel. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പ്രസംഗം പറയുന്നത്. അതിനുശേഷം ഇത് സ്റ്റാൻഫോർഡിന്റെ യൂട്യൂബ് ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവർ. ഏകദേശം 43 മില്യൺ വ്യൂസ് ആണ് ഈ ഒരു പ്രസംഗത്തിന് യൂട്യൂബ് ചാനലിൽ കിട്ടിയിട്ടുള്ളത്. ഇൻ ദ സ്പീച്ച് ജോബ്സ് ഷെയർഡ് 3 പേഴ്സണൽ സ്റ്റോറീസ് എംഫസൈസിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോയിങ് വൺസ് പേഷൻ, എംബ്രൈസിംഗ് ഫെയിലിയർ ആൻഡ് ലിവിംഗ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. അതായത് ഈ ഒരു പ്രസംഗത്തിലുടനീളം 3 കാര്യങ്ങളെ കുറിച്ചാണ് ആള് ജോബ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം മറ്റൊരാളുടെ കഥ പറയേണ്ട ആവശ്യമില്ല, മറ്റൊരാളുടെ എക്സ്പീരിയൻസോ ആളുടെ കാര്യങ്ങളെക്കുറിച്ചും ജോബ്സിന് പറയേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ഒരു വലിയൊരു നിലയിൽ നിൽക്കുന്ന ആളാണ് ജോബ്സ്. അപ്പോൾ സ്വന്തം ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് ജോബ്സ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അത് 3 ടോപ്പിക്സിലൂടെയാണ് കവർ ചെയ്ത് പോകുന്നത്. ഒന്ന്, നമ്മുടെ തന്നെ പാഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തോൽവികൾ, നമ്മൾ വീണ് പോയേക്കാം, പക്ഷെ അവിടെ തളരാതെ മുന്നോട്ട് വരുന്ന ഒരു കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് കണ്ടവരെ നാളെ കാണാത്തൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാല്യുബിൾ ആയിട്ട് നമ്മൾ കാണണം എന്നുള്ള രീതിക്കും പറയുന്നുണ്ട്. അപ്പം ഈ 3 സ്റ്റോറീസിലായാലും നമ്മുടെ ജോബ്സിന്റെ പേഴ്സണൽ സ്റ്റോറീസ് തന്നെയാണ്, അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് 1 by 1 ആയിട്ട് ആ ഓരോ പാർട്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റീവ് ജോബ്സ് ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് കണക്ടിങ് ദി ഡോട്ട്സ് എന്നുള്ളതാണ്. ഓക്കെ, so Steve Jobs dropped out Reed College after 6 months due to financial constraints. അപ്പോൾ അതിന് മുന്നേ ഒരു കഥ പറയാനുണ്ട്. നമ്മുടെ സ്റ്റീവ് ജോബ്സിന്റെ അമ്മ എന്ന് പറയുന്നത് കല്യാണം കഴിയാതെ തന്നെ നമ്മുടെ സ്റ്റീവ് ജോബ്സിനെ പ്രസവിക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് സ്റ്റീവ് ജോബ്സിന്റെ അമ്മ. അപ്പോൾ ഈ ഒരു അമ്മ വളരെയധികം ആഗ്രഹമുണ്ട് തൻ്റെ മകനെ വലിയ കോളേജിലൊക്കെ വിട്ട് പഠിപ്പിക്കണം എന്നുള്ളത്. പക്ഷേ അമ്മയാണെങ്കിൽ പഠനം പൂർത്തിയാക്കാത്ത ഒരു അമ്മയാണ്. ദെൻ ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു മകനെ വളർത്തുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ മകനെ മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്, മറ്റു ദമ്പതികൾക്ക് വളർത്താനായിട്ട് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പം അങ്ങനെ ജോബ്സിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ടൊരു സ്ത്രീയും പുരുഷനും വരുന്നുണ്ട്, ഒരു അച്ഛനും അമ്മയും വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫോം ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ സൈൻ ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ജോബ്സിന്റെ ശരിക്കുള്ള അമ്മ സമ്മതിക്കുന്നില്ല. കാരണം ഇവര് ഈ ദത്തെടുക്കാൻ വന്നിട്ടുള്ള ആ പാരൻസ് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ മകനെ ഇനി ഇവർ പഠിപ്പിക്കില്ലേ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് തന്നെ ആ ഒരു ഫോമിൽ സൈൻ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. പക്ഷേ അവർ എന്താ പറയുക കോളേജിലേക്ക് വിട്ട് പഠിപ്പിച്ചോളാം എന്നൊക്കെ വാക്ക് കൊടുത്തതിൻ്റെ പേരിലാണ് പിന്നീട് സൈൻ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു കഥ കൂടി നമ്മുടെ ജോബ്സ് ഈ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ ജോബ്സിൻ്റെ അമ്മ ആ ഒരു അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു പാരൻസ് വന്ന് അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫോമിൽ സൈൻ ചെയ്യാനായിട്ട് വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്, വന്നിട്ടുമുണ്ട് കേട്ടോ. മീൻസ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒത്തിരി ഫിനാൻഷ്യൽ പ്രോബ്ലംസിലൂടെയൊക്കെ കടന്നു പോയി അതുകൊണ്ട് തന്നെ പഠിപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ജോബ്സ്. അപ്പോൾ ജോബ്സ് നമ്മുടെ ഈ ഒരു ഗ്രാജുവേഷൻ സെറമണിക്ക് വന്ന് നിൽക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഗ്രാജുവേഷൻ സെറമണി ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിട്ടൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. However, he continued to attend the classes that interested him, including a calligraphy class. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷെ പിന്നീട് ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് കാലിഗ്രഫീൻ്റെ ക്ലാസ്സുകളൊക്കെയാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത്. കാലിഗ്രഫി പറയില്ല, നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഇങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ പല രീതിക്ക് ഇങ്ങനെ എഴുതുന്നതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ റീൽസിലൊക്കെ കാണാം, പലരുടെയും പേരുകളൊക്കെ ഇങ്ങനെ പല രീതിക്ക് എഴുതുന്നതൊക്കെ അല്ലേ. അപ്പോൾ അതാണ് കാലിഗ്രഫി എന്ന് പറയാം. അപ്പോൾ അതൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾക്കൊക്കെ നമ്മുടെ ജോബ്സ് പോയിട്ടുണ്ട്. ദിസ് ക്ലാസ് സീം ടു ഹാവ് നോ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ at that time, but 10 years later it influenced the design of the Macintosh computer which featured beautiful typography. അതിനുശേഷം ടൈപ്പോഗ്രഫിയിലോട്ടൊക്കെ അദ്ദേഹം മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. Then Jobs emphasized that it was impossible to connect the dots looking forward, but looking backward it was clear how his experiences had shaped his future. അപ്പോൾ ഒരു മൊമെന്റ് എത്തിയ സമയത്ത് അല്ലെങ്കിൽ ലൈഫിൽ ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് തോന്നുകയാണ്, ഇവിടെ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഒന്നും എനിക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, തോന്നിയ പോലെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ്. പക്ഷേ മുന്നോട്ടേക്ക് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നത് കേട്ടോ, ഇത് എവിടേക്കാണ് ഈ ജീവിതം പോകുന്നത്, ഇത് എന്തൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷേ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് താൻ നടന്നു വന്ന വഴികളെല്ലാം തന്നെ കണക്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ലൈഫിലോട്ട് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എല്ലാം ഒരു കണക്ഷൻ പോലെയാണ്. അവിടെ പോയി അത് സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു, മനസ്സിലായി, അങ്ങനെ ഒരു കണക്ഷൻ പോലെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ അദ്ദേഹം തിരിച്ചറിയാണ്, ബാക്കിലോട്ട് നോക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള വഴിയിലൂടെ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ he encouraged the graduates to trust that their own doubts would connect in the future, giving them the confidence to follow their hearts and intuition. അപ്പോൾ അദ്ദേഹം സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു സ്റ്റോറിയിലൂടെ കണക്റ്റിംഗ് ദി ഡോട്ട്സ് എന്നുള്ള ഈ ഒരു സ്റ്റോറിയിലൂടെ അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ലൈഫിൽ പല എന്താ പറയുക ഡോട്ട്സ് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആലോചിച്ച് വിഷമമൊന്നും വേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടി നിങ്ങളൊന്ന് പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ നല്ല വഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് എത്താൻ സാധിക്കും എന്നൊക്കെയാണ് അദ്ദേഹം ആദ്യത്തെ സ്റ്റോറിയിലൂടെ ഗ്രാജുവേറ്റ് ചെയ്യുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റോറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റോറിയിലോട്ട് പോവാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റോറി ലവ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. At 20 years old, he started working at Apple. And for the next 10 years, he worked hard. അപ്പോൾ വെറും 20 വയസ്സുള്ളപ്പോഴാണ് ആപ്പിൾ അദ്ദേഹം വർക്ക് ചെയ്യാനായിട്ട് എത്തുന്നത്. 10 വർഷത്തോളം, അതായത് 20 വയസ്സിൽ പിന്നെ 30 വയസ്സ് വരെ അത്രയും വർക്ക് ഹാർഡ് ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. When he was just 30 years old, he was ousted from the company he co-founded. അദ്ദേഹത്തിൻ്റെ co-founded ആയിട്ടുള്ള ആ ഒരു കമ്പനി, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിന് പുറത്താകേണ്ടി വരികയാണ് 30-ാമത്തെ വയസ്സിൽ. അപ്പം അത്രയും സങ്കടം ഉണ്ടായിരുന്നു. ഇനീഷ്യലി ജോബ്സ് ഫെൽറ്റ് ഡിവാസ്റ്റഡ് ആൻഡ് ലോസ്റ്റ്. അപ്പം എല്ലാം നഷ്ടപ്പെട്ട ഒരാളെല്ലാം നശിച്ചു, ഇനി ഒന്നും തൻ്റെ കയ്യിലില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ജോബ്സ് എത്തുകയാണ്. ഹൗവർ ദിസ് സെറ്റ് ബാക്ക് ടേൺഡ് ഔട്ട് ടു ബി എ ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ്. പക്ഷേ ഇങ്ങനെ ഒരു ഫെയിലിയർ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് പുതിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് അത് നയിച്ചു എന്നാണ് പറയുന്നത്. ഹി അക്യൂർഡ് പിക്ചർ ആനിമേഷൻ സ്റ്റുഡിയോസ്. അദ്ദേഹം പിക്ചർ ആനിമേഷൻ സ്റ്റുഡിയോസ് പിന്നീട് തുടങ്ങുകയാണ്. അനദർ കമ്പനി നെയിംഡ് നെക്സ്റ്റ് എന്നുള്ള പേരിലൊരു കമ്പനിയായിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് ആപ്പിളിൽ നിന്ന് പോകുന്നതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ ഡ്യൂറിങ് ദിസ് ടൈം ഹി ഓൾസോ ഫെൽ ഇൻ ലവ് വിത്ത് ആൻ അമേസിംഗ് വുമൻ ഹു വുഡ് ബിക്കം ഹിസ് വൈഫ്. അപ്പോൾ വൈഫിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ലോറിൻ പോവൽ എന്നുള്ള വൈഫിൻ്റെ പേര്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഒരു വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം കണ്ടുമുട്ടുന്നു, ഭാര്യയാക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലേറ്റർ അറ്റ് പിക്സർ, അപ്പം ആപ്പിളിൽ നിന്ന് പോന്നു, പിന്നെ പിക്സറിലൊക്കെയാണല്ലോ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേറ്റർ അറ്റ് പിക്സർ ജോബ്സ് സെർവ്ഡ് ആസ് CEO until its acquisition by Disney in 2006, transforming it into the most successful animation studio in the world. പിന്നീട് നമുക്കറിയാം ഈ ഒരു പിക്സറൊക്കെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആനിമേഷൻ സ്റ്റുഡിയോ ആയിട്ട് മാറുന്നുണ്ട്. ഇനി റിമാർക്കബിൾ ടേൺ ഓഫ് ഇവൻറ്റ്സ് ആപ്പിൾ ബോട്ട് നെക്സ്റ്റ്. പക്ഷേ വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആപ്പിള് ഈ ഒരു നെക്സ്റ്റിന് വാങ്ങുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആപ്പിളിൽ നിന്ന് പുറത്താക്കിയതാണ് നമ്മുടെ ജോബ്സിനെ. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പനി തുടങ്ങി. ആ നെക്സ്റ്റിന് ആപ്പിള് വാങ്ങുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഹി ടേൺ ടു ആപ്പിൾ. അങ്ങനെ വീണ്ടും ആപ്പിളിലോട്ട് അദ്ദേഹം തിരിച്ചെത്താണ്. ദ ടെക്നോളജി ഡെവലപ്ഡ് അറ്റ് നെക്സ്റ്റ് ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് ആപ്പിൾസ് കറന്റ് റിനൈസൻസ്. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മുടെ ആപ്പിളിൻ്റെ ഒരു വളർച്ചയിൽ നെക്സ്റ്റ് അത്രയധികം പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ Jobs concluded that sometimes life setback can be opportunities in disguise. He encouraged the graduates to be open to new experiences, view failures as learning opportunities, and trust that they will emerge stronger and wiser. അപ്പോൾ അദ്ദേഹം പറയുന്നത് പല സമയങ്ങളിൽ നമുക്ക് തോൽവികൾ വന്നേക്കാം, നമ്മൾ വീണ് പോയേക്കാം. പക്ഷെ അതൊക്കെ പല പുതിയ കാര്യങ്ങളിലേക്കുള്ള ഒരു തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ പല പുതിയ കാര്യങ്ങളും നമ്മളെ അതിലൂടെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഫെയിലിയറിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ പറയില്ലേ, തോൽവികൾ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണ്. അപ്പം അങ്ങനെ തന്നെ കണ്ട് നമ്മൾ മുന്നേറാനൊക്കെയാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആവും. നമ്മൾ ഇടയ്ക്കൊന്ന് വീണ് പോകുന്നത് നല്ലതാണെന്നും പറയും. നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നല്ലതായിരിക്കും അത്. അപ്പോൾ ആ ഒരു ലെസൺസ് അതിൽ നിന്ന് എടുത്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് രണ്ടാമത്തെ സ്റ്റോറിയിൽ നിന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ സ്റ്റോറിയുടെയും ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പാരഗ്രാഫ് ഇതുപോലെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. പിന്നെ ഓരോ സ്റ്റോറിയും ഇപ്പം നമുക്ക് എക്സാമിന് ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റോറിയിൽ എന്താ പറയുന്നേ എന്ന് ചോദിച്ചു ഷോർട്ട് എസ്സേ വന്നേക്കാം. സെക്കൻഡ് സ്റ്റോറി എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് നമ്മുടെ ഈ ഒരു സ്പീച്ചിൻ്റെ സമ്മറി പോലെ എഴുതാൻ പറഞ്ഞ് എസ്സേക്ക് ചോദിച്ചേക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും എഴുതാൻ കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് പോയിന്റ് വൈസ് ആയിട്ട് ഓരോ സ്റ്റോറിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റോറി പറയുന്നത് സ്റ്റീവ് ജോബ്സ് തേർഡ് സ്റ്റോറി റിവോൾവ്സ് അറൌണ്ട് ഡെത്തിനെ കുറിച്ചാണ് മൂന്നാമത്തെ സ്റ്റോറി പറയുന്നത്. ഹി ബിഗാൻ ബൈ ഷെയറിംഗ് എ കോട്ട് ദാറ്റ് ഹാഡ് ഇൻസ്പയർഡ് ഹിം സിൻസ് ഹി വാസ് 17. അദ്ദേഹത്തിന് 17 വയസ്സ് മുതൽ അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ലൈനാണ്, ഇഫ് യു ലിവ് ഈച്ച് ഡേ ആസ് ഇഫ് ഇറ്റ് വർ യുവർ ലാസ്റ്റ് സം ഡേ യു വിൽ മോസ്റ്റ് സെർട്ടൻലി ബി റൈറ്റ്. അതായത് നമ്മളിപ്പോൾ ഓരോ ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇതെൻ്റെ അവസാന ദിവസമാണെങ്കിൽ എന്നുള്ള രീതിക്ക് നമ്മൾ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ അങ്ങനെ ചിന്തിക്കുക. അതായത് ഇത് നമ്മുടെ അവസാന ദിവസമാണ്. അവസാന ദിവസം ആകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും, എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് തോന്നും ഇല്ലേ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ഡേ നമ്മൾ അവസാനിപ്പിക്കാം.
മനസ്സിലായോ? അതായത് ആ ഒരു ഡേ നമ്മൾ പല നല്ല കാര്യങ്ങളും ചെയ്യുക ആ ഒരു ദിവസത്തിൽ, കാരണം ഇതെൻ്റെ അവസാന ദിവസം ആയിരിക്കാം എന്നുള്ള രീതിക്ക് നമുക്കറിയില്ല, നമുക്ക് എന്ന് എപ്പോൾ എന്തെന്നൊന്നും ഒരാൾക്കും അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എൻ്റെ അവസാന ദിവസമാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യും, എത്ര പ്രൊഡക്റ്റീവായിട്ട് എത്ര നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ള രീതിക്ക് നമ്മൾ ഓരോ ദിവസത്തെയും കാണും. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയില്ല എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. This quote had a profound impact on Jobs, leading him to ask himself every morning. അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയിലാണെങ്കിലും ഓരോ ദിവസത്തിലാണെങ്കിലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇഫ് ടുഡേ were the last day of my life, would I want to do what I am about to do today? ഇതെൻ്റെ അവസാന ദിവസമാണെങ്കിൽ എനിക്കിത് എന്താ ചെയ്യാനുള്ളത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ അദ്ദേഹം എന്നും അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. Then Job's experience with cancer made him realize that death is a natural part of life. He was initially given a grim prognosis, with doctors telling him he had only 3 to 6 months to live. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. അപ്പം ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഒരു എന്താ പറയുക 3 മുതൽ 6 മാസം വരെയൊക്കെ ജീവിക്കുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. However, after undergoing surgery, Jobs discovered that he had rare form of pancreatic cancer. അദ്ദേഹത്തിന് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ് പിന്നീട് തിരിച്ചറിയാണ്. This near-death experience made Jobs appreciate the importance of living each day to the fullest. അപ്പം ഓരോ ദിവസവും നമ്മൾ അത്രയും അടിപൊളിയായിട്ട് ഫുള്ളസ്റ്റ് ആയിട്ട്, അതായത് നമുക്കിനി അതിലൊന്നും നമ്മൾ ചെയ്യാൻ ബാക്കി വെച്ചിട്ടില്ല, അത്രയും അടിപൊളിയായിട്ട് ഞാൻ ഓരോ ദിവസവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ രാത്രി കിടക്കുന്ന നേരത്ത് നമ്മൾ ആലോചിക്കും ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ സംതിങ് നമുക്ക് എന്താ പറയുക, നമ്മൾ എനർജറ്റിക് ആവുന്ന രീതിക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ വേണ്ടി നല്ല കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്തു, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ലാസ്റ്റ് ഡേ ആണെന്നുള്ള രീതിക്ക് നമ്മൾ ജീവിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഹി ആർഗ്യൂഡ് ദ ഡെത്ത് ഇസ് നോട്ട് സംതിങ് ടു ബി ഫിയർഡ്. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമല്ല മരണം എന്ന് പറയുന്നത്, ബട്ട് റാദർ സംതിങ് ദാറ്റ് ഷുഡ് മോട്ടിവേറ്റ് അസ് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് ദ ടൈം വി ഹാവ്. പക്ഷേ നമ്മൾ ജീവിച്ചു പോന്നിരുന്ന ഓരോ ദിവസവും ഓരോ സമയവും നമ്മൾ വിലപ്പെട്ടതായിട്ട് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നേറണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ലൈനാണ് ഇത്, സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫൂളിഷ് എന്നുള്ളത്. ഓക്കെ, അതായത് Jobs concluded his speech by arguing the graduates to be true to themselves and follow their hearts. അപ്പം നമ്മൾ സത്യസന്ധരായിട്ടിരിക്കുക, സത്യത്തെ നമ്മൾ പിന്തുടരുക, നമ്മുടെ ഹൃദയം പറയുന്നത് കേൾക്കുക, ഹൃദയത്തെ ഫോളോ ചെയ്യാന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കുട്ടികളോട്. ദെൻ ഒരു കോട്ട് കൂടി അദ്ദേഹം പറയാണ്, സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫുളിഷ് ആൻഡ് വിഷ് ദിസ് for the graduate as they embarked on their new journey. സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫൂളിഷ് എന്നിവിടെ പറയുന്നത്, നമ്മളെപ്പോഴും ഹംഗ്രി മീൻസ് വിശപ്പ്, നമ്മളെപ്പോഴും വിശപ്പോട് കൂടി ഇരിക്കുക, നമ്മളെപ്പോഴും ഫൂളിഷ് ആയിട്ടിരിക്കുക, മണ്ടന്മാരായിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് വിശപ്പ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് അറിവ് കിട്ടാനുള്ള വിശപ്പ്, അല്ലാതെ ഭക്ഷണം കിട്ടാനുള്ള വിശപ്പല്ല, അറിവ് കിട്ടാനുള്ള വിശപ്പാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുക. ഇപ്പം നമ്മുടെ ഈ ഒരു ലോകം എന്ന് പറയുന്നത് എല്ലാം നമുക്ക് ഈ ഒരു കൺമുൻപിൽ വിരൽത്തുമ്പിലുണ്ട്. ഇൻ്റർനെറ്റിലൂടെ നമുക്ക് എന്ത് അറിവുകളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാനുള്ള അവസരങ്ങളും എന്താ പറയുക കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അറിയാനും നേടിയെടുക്കാനുള്ള ഒരു വിശപ്പ് നമുക്കുണ്ടായിരിക്കണം. ദെൻ സ്റ്റേ ഫൂളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂളായിട്ടിരിക്കുന്ന ഒരാൾക്കാണ് അറിവുകൾ കൂടുതൽ ആവശ്യമുള്ളത്. അത്രയും വൈസ് ആയിട്ടുള്ള ഒരാൾക്ക്, മീൻസ് അത്രയും ബുദ്ധിയും ബോധമൊക്കെയുള്ള ഒരാൾക്ക് അറിവ് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ആൾക്ക് കയ്യിൽ ഒത്തിരി അറിവുണ്ട് അല്ലേ. പക്ഷെ ഫൂളിഷ് ആയിട്ടിരിക്കുന്ന ഒരാൾക്കാന്ന് വെച്ചാൽ ഇനിയും അറിവുകൾ വേണം. അപ്പം നമ്മൾ അറിവ് കിട്ടാനുള്ള വിശപ്പും അറിവ് കിട്ടാനുള്ള ഒരു ഫൂളിഷ്നെസ്സും ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പം അതാണ് അദ്ദേഹം സ്പീച്ചിൻ്റെ അവസാനം പറഞ്ഞ് നിർത്തുന്നത്. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കമൻസ്മെൻറ്റ് അഡ്രസ്സിലൂടെ അദ്ദേഹം പറയുന്നത്. ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേഗം ഒന്ന് നോക്കാം. വൈ ഡിഡ് സ്റ്റീവ് ജോബ്സ് ബയോളജിക്കൽ മദർ റിഫ്യൂസ് ടു സൈൻ ദ അഡോപ്ഷൻ പേപ്പേഴ്സ്? ഞാനിത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മുടെ സ്റ്റീവ് ജോബ്സിൻ്റെ ബയോളജിക്കൽ മദർ, ശരിയായിട്ടുള്ള അമ്മ, ആ ഒരു അമ്മ എന്തുകൊണ്ടാണ് അഡോപ്ഷൻ പേപ്പറിൽ സൈൻ ചെയ്യാനായിട്ട് മടിച്ചിട്ടുണ്ടായിരുന്നത്?
ബിക്കോസ് ഷീ ഓൺലി വാണ്ടഡ് ഹിം ടു ബി അഡോപ്റ്റഡ് ബൈ കോളേജ് എഡ്യൂക്കേറ്റഡ് പാരൻസ്. കാരണം ആ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു അത്യാവശ്യം നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ള പാരൻസ് തന്നെ തൻ്റെ മകനെ അഡോപ്റ്റ് ചെയ്യണം, എന്നാലേ അവർ പഠിപ്പിക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. Then it was pretty scary at the time, but looking back it was one of the best decision I ever made. What decision does job refer to here? അപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഞാൻ എടുത്തത് ഇതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തില്ലേ, ആ ഒരു കാര്യമാണ് പറയുന്നത്. സ്റ്റീവ് ജോബ്സ് റെഫേഴ്സ് ടു ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് റീഡ് കോളേജ് ഇൻ പോർട്ട്ലാൻഡ്. Then what were the companies that Jobs started after he was ousted from Apple? ആപ്പിളിൽ നിന്ന് പുറത്തായതിനു ശേഷം നമ്മുടെ ജോബ്സ് സ്റ്റാർട്ട് ചെയ്ത കമ്പനീസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. രണ്ടാമത്തത് പിക്സർ ആനിമേഷൻ സ്റ്റുഡിയോ ആണ്. ഓക്കെ, അടുത്തത് ഹു ക്രിയേറ്റഡ് ദ ഓൾ എർത്ത് കാറ്റലോഗ്. ഓൾ എർത്ത് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? ക്രിയേറ്റഡ് ബൈ സ്റ്റുവർട്ട് ബ്രാൻഡ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. Then അടുത്തത് വാട്ട് വാസ് സ്റ്റീവ് ജോബ്സ് ഫൈനൽ മെസ്സേജ് ടു ഗ്രാജുവേറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്പീച്ച്. സ്പീച്ചിന് ഏറ്റവും അവസാനം കൊടുക്കുന്നത് ഏതാ? ഞാൻ നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പറഞ്ഞിരുന്നു. സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ് എന്നുള്ളതാണ്. സിക്സ്ത് വൺ, ഓൺ വാട്ട് കണ്ടീഷൻ ഡിഡ് ദ ബയോളജിക്കൽ മദർ ഫൈനലി സൈൻ ദ അഡോപ്ഷൻ പേപ്പേഴ്സ്. അങ്ങനെ അവസാനം അഡോപ്ഷൻ പേപ്പേഴ്സിൽ സൈൻ ചെയ്യാനുള്ള കാരണം സ്റ്റീവ് ജോബ്സ് ബയോളജിക്കൽ മദർ ഫൈനലി സൈൻഡ് അഡോപ്ഷൻ പേപ്പേഴ്സ് ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഹിസ് അഡോപ്റ്റീവ് പാരൻസ് വുഡ് പ്രോമിസ് ടു സെൻഡ് ഹിം ടു കോളേജ്. കോളേജിലേക്ക് ഞങ്ങൾ അയച്ചോളാം, ജോബ്സിന് അയച്ചോളാം എന്ന് പ്രോമിസ് ചെയ്തതിന് ശേഷമാണ് സൈൻ ചെയ്തത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, why did his doctors cry while observing his stomach through microscope? അപ്പോൾ അദ്ദേഹം ലാസ്റ്റ് നിമിഷം ക്യാൻസർ ഒക്കെ വന്ന് കിടക്കുന്ന സമയത്ത് മൈക്രോസ്കോപ്പിലൂടെ വയറിനുള്ളിലേക്ക് അവർ നോക്കിയ സമയത്ത് ഡോക്ടേഴ്സൊക്കെ അത്രയും സങ്കടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് പാൻക്രിയാറ്റിക് ക്യാൻസർ ആയിരുന്നു എന്നുള്ളതാണ് അവരതിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം. ദെൻ അടുത്തത്, അറ്റ് വാട്ട് ഏജ് ഡിഡ് ജോബ്സ് ലോഞ്ച് ഹിസ് ഫസ്റ്റ് കമ്പനി ആപ്പിൾ വിത്ത് വാച്ച്. അപ്പോൾ ആപ്പിൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വയസ്സിലാണ്? 20ാമത്തെ വയസ്സിൽ. 10 വർഷം അവിടെ ജോലി ചെയ്തു, 30 വയസ്സ് വരെ. 30ാമത്തെ വയസ്സിലാണ് അവിടെ നിന്ന് പുറത്താകുന്നതും പിന്നീട് നെക്സ്റ്റിലോട്ടും പിക്ചറിലോട്ടും വരുന്നതും. അപ്പോൾ അവർ ഏജ് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 9th ക്വസ്റ്റ്യൻ, വാട്ട് കോഴ്സ് ഡിഡ് ഹി എൻറോൾ ഇൻ ആഫ്റ്റർ ഡ്രോപ്പിംഗ് ഔട്ട് ഫ്രം എഞ്ചിനീയറിംഗ് ഡിഗ്രി അറ്റ് റീഡ് കോളേജ്. അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷം അദ്ദേഹം എടുക്കുന്നത് കാലിഗ്രഫിയാണ് കേട്ടോ എടുക്കുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ ഡോഗ്മ മെൻഷൻഡ് ബൈ ജോബ്സ് ഇൻ ഹിസ് സ്പീച്ച്. ഈ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറയുന്ന ഒരു ഡോഗ്മ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഡോഗ്മ മെൻഷൻഡ് ബൈ ജോബ്സ് in his speech refers to living with the results of other people's thinking, implying that people should not blindly follow others. നമ്മൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മളെ തന്നെ ഫോളോ ചെയ്താൽ മതി. ആക്ച്വലി നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകളെയൊക്കെ ഫോളോ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനിയും ഇതിൽ ഡോഗ്മ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കണ്ടല്ലോ. ഡോഗ്മ ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തത്വങ്ങളൊക്കെ പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മുടെ തന്നെ ഹാർട്ടിനെ ഫോളോ ചെയ്താൽ മതി. നമ്മുടെ ഹൃദയം പറയുന്നത് കേൾക്കുക, അതിന് പിന്നാലെ നമ്മൾ പോയാൽ മതി എന്നാണ് ലാസ്റ്റ് പറയുന്ന ഒരു തത്വമായിട്ട്, പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഷോർട്ടസ്റ്റ് എസ്സേക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ മേലെ പറഞ്ഞിരിക്കുന്ന സമ്മറി കാര്യങ്ങളും ക്വസ്റ്റ്യൻ ആൻസേഴ്സും, ഈ 10 ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിച്ചാൽ പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസും ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇടുന്ന ചാപ്റ്ററിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.